ഇതാണ് ഞാൻ പറഞ്ഞ പയ്യന്റെ വീട്. ഈ വീടുണ്ടറിയാൻ പാടില്ലേ, ചെറുക്കൻ ചിക്കിലൂടെ ഉള്ള പയ്യനാണെന്ന്. ചെറുക്കൻ്റെ ഇപ്പം ഇറങ്ങും. ചെറുക്കൻ നൈസർ വണ്ടി കയറ്റാ അവര് വീട്ടുകാരുന്ന് ഒരു 2 ലക്ഷം മേടിച്ചെടുക്കണം. കാണ്ടല്ല പണ്ടത്തെ പോലെ മണ്ടത്തരം കാണിക്കാന്ന് കേട്ടാ. ഞാനെന്ത് പണ്ടത്തരം കാണിച്ചത്? എന്ത് പണ്ടത്തരം കാണിച്ചെന്നാ? ഫ്രണ്ട് എടുത്ത് പോകേണ്ട ബാക്ക് എടുത്തുള്ള മാത്രം ഇടിച്ചു പൊളിച്ചിട്ട് നാട്ടുകാർ ഇടിയും വാങ്ങിച്ചെന്ന് ആ കേസ് തീർന്നുള്ള കാശും കൊടുത്തിരുത്തുള്ള. അതെ, നിങ്ങൾ പരസ്പരം കുറ്റം പറയാതെ ആ ചെറുക്കനെ പോയി പൊക്കാൻ നോക്ക്. പൊക്കിട്ടോ ചെല്ലി. പോണേ ഒന്നിക്കോ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരോ? ഈ അഡ്രസ് അവിടെ ഉള്ളേക്കാ ഒന്ന് കാണിച്ചു തരോ? ഞങ്ങൾ വണ്ടി ഒന്ന് ആയി തരാം. തിരിച്ചായി തരാം. എന്നിട്ടാ വണ്ടി എടുത്തോ. എന്താണൊക്കെ പ്രശ്നം? അതെ, ഉള്ള കാര്യങ്ങൾ അറിയാ. നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തേക്കാണ്. ഫോൺ എടുത്തിട്ട് നിന്റെ അച്ഛനെ വിളിച്ചിട്ട് ഒരു 5 ലക്ഷം രൂപ തരാൻ പറ, എന്നാലേ നിന്നെ വിടുള്ളൂ. ഞാൻ ഫോൺ എടുത്ത് വിളിക്കണാണ് ഉള്ള വിളിക്കാണ്ട്. ഈ നമ്പറിൽ റീചാർജ് ചെയ്യാത്തത് കൊണ്ട് കോളുകൾ ലഭ്യമല്ല. റീചാർജ് ബാലൻസ് ഇല്ലാന്ന് കേറിയിട്ടുണ്ട്. ഇനി വിളിക്കണ അച്ഛനാ. Incoming call facility is temporarily unavailable. ഏത് കിട്ട നേരത്തെ അവനെ പൊക്കാന്ന് പോയത്. എന്ത് ചെയ്യണ്ടെങ്കിൽ എടാ എന്തുട്ട് പിച്ചക്കാരടാ പിടിച്ചിട്ടുണ്ടാണേ. ഒരു കാര്യം ഒരു അച്ഛന്റെ ഫോണിലേക്ക് ചാർജ് ചെയ്. അച്ഛന്റെ ബ്രോറാ ഈ വിളിക്കടാ എന്റെ അച്ഛനാ. The subscriber is currently switched off. Please try ഈ അച്ഛനുണ്ടാക്കണ इस समय എടാ, അത് ശരിക്കും നിന്റെ വീടല്ലേ? ഏയ് അതെന്റെ വീടൊന്നുമല്ല. ആ വലിയ വീടില്ലേ, ആ വീടിന്റെ പുറകെ ചെറിയ വീടുണ്ട്, അവിടെ വാടക താമസിക്കണേണ് ഞാൻ. എനിക്ക് വേദനിച്ചാർന്നാ ചെറുതായിട്ട് കരിംക വണ്ടിയിൽ ഹോട്ടലിലേക്കോട്ടെ, നമുക്കെല്ലാം കഴിക്കാം. ഇപ്പൊ ആപ്പട മേടിച്ചും കൊടുക്കാം. ആരാണ് ഇപ്പൊ മണ്ടത്തരം കാണിച്ചത്?